ജൂൺ, ജൂലൈ, ചിങ്ങം, കന്നി. കന്നിയോ? അതെ, ഇനി മുതലിനെ അവിടെ നിർത്താൻ പറ്റില്ല. ഒന്നാമത് എന്റെ ഭാര്യക്ക് എന്നെ നല്ല വിശ്വാസ. ഇനി ഇതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അത് മതി കുടുംബകലഹത്തിന്. ആരാ എന്താന്ന് വല്ലതും പറഞ്ഞു ആ കുട്ടി? അതിന് വാ തുറന്ന് വല്ലതും പറയണ്ടേ? എന്ത് ചോദിച്ചാലും ഒരേ കരച്ചില്ല. അതുകൊണ്ട് ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. അല്ല, ചെയ്തു തന്ന സഹായത്തിനൊക്കെ വളരെ നന്ദിയുണ്ട്. വലിയ ഉപകാരം. ആ പോട്ടെ പോട്ടെടാ. സലീം കാ, അല്ല അഷ്റഫ് കാ, നിങ്ങൾ എന്താണ് അഷ്റഫ് കാ അടക്ക്? സൈന്യത്തിനോട് ഞാൻ പറയാന്ന്. എന്നെ വിട്ടേക്ക് പ്ലീസ്. നിങ്ങൾ പോലെ ഞാൻ പറയട്ടെ. അല്ല നിങ്ങൾ പോവാണ്. പോയിട്ടോ? എന്തൊരു കഷ്ടം റബ്ബേ. സലീം കാ, നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കി. ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തില് ഒരു മനോഹാരിതയ്ക്ക് വേണ്ടി ആരാ എന്താ വെച്ചിട്ട് ആ കുട്ടിയോട്ട് മിണ്ടണമില്ല. നിങ്ങളാണ് ഈ ഇഞ്ചി അടിച്ച കുരങ്ങന്മാരിങ്ങനെ ഇരിക്കണോണ്ട് അതുകൊണ്ട് വെച്ചല്ലേ? ഞാനല്ല. ആദ്യം നീ അവനെ വിളിച്ചിട്ട് എന്നാ വരികയെന്ന് നോക്കി, എന്നിട്ട് തീരുമാനിക്കാൻ ബാക്കി. ബാലൻസ് ഇല്ലല്ലോ, ഉണ്ടാക്ക പുലിവാലുകള്. ജീവട്ടാ, നിങ്ങൾ അമ്മക്ക് എങ്ങനെയുണ്ട്? ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന് കേറിയുള്ളൂ. ഞാൻ നാളെ എത്തും. അവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ? വിശേഷമുണ്ട്. നിങ്ങൾ വന്നിട്ട് പറയാട്ടോ. മൂപ്പര് നാളെ എത്തുന്നു. വന്നിക്കണ് സലീം കാ, വന്നിക്കണ്. എന്താക്കും ഇങ്ങനെ ഇരിക്കല്ലേ? അപ്പൊ നാളെ കാണാം. വരുന്നുണ്ട്. ആഹാ, രണ്ടാളും ഇന്ന് ഡ്യൂട്ടിക്ക് പോയില്ലേ? റംലത്ത് ഫോൺ വിളിച്ച് പറഞ്ഞ് കാണും ഭർത്താവിന് ചട്ടിപ്പത്തിരിയും മുന്നേക്കായും കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന്. ഓ, നല്ല ചൂടിലാണല്ലോ. അത് നാട്ടിലെ ചൂട്. അത് വെച്ച് നോക്കുമ്പോ ഇവിടെ ചൂടില്ലാന്ന് തന്നെ പറയാം. പിന്നെ പോരുമ്പോ ഫ്രഷ് ആയിട്ടൊരു സ്പെഷ്യൽ സാധനം കിട്ടിയിട്ടുണ്ട്. നല്ല നാടൻ പച്ചമാങ്ങ നട്ടുമാവിലെ മാങ്ങ എല്ലാം പ്ലാൻ ചെയ്തോണ്ടാണ് വരവല്ലേ? മസാല ദോശ വാങ്ങിയില്ലേ? മസാല ദോശ നിങ്ങൾക്ക് എന്താ വാക്കോളുണ്ടോ? വാക്കോൾ എനിക്കല്ല, അകത്തൊരാൾ ഇരിപ്പുണ്ട്. അവക്ക ചെല്ല്, മാങ്ങയും തെങ്ങയൊക്കെ ആയിട്ട്. അവളോ? നിങ്ങളെ താമര ഓക്ക് ഗർഭുണ്ടെന്ന്. ഗർഭോ? എന്താ ഉണ്ണിയെ കേട്ടിട്ടില്ലേ ഗർഭം? ചെല്ല്, നിന്നോട് അവൾ ആരാ എന്താന്നൊക്കെ പറയുള്ളൂ. എന്തായാലും ഞാനല്ല. ഈ തെണ്ടിയെ കൂട്ടിട്ട് പറ്റൂല്ലേ? തമ്പുരാൻ ഒന്ന് ചെല്ലു. ശാപം. സലീമിക്ക சொன்னது நிஜமா? யாரு? അവൻ തന്നെ. നീ എന്നെ പുരുഷനില്ല. പെട്ടെന്ന് കേട്ടപ്പോ മன்னிச்சிடுங்க. അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. ആ നിമിഷം ഞാൻ ഉണർന്നേനെ മാധവൻകുട്ടി, ഞാൻ ഉണർന്നേനെ.
നീ അതൊന്നും നിർത്തുന്നുണ്ടോ? മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴോ അവന്റെ ഒരു- അല്ല ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടുമോ നോക്കാലോ അല്ലേ? വേണ്ട, ഓഫാക്കാം. അതെ, പറ്റിയത് പറ്റി. ഇനി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ചിന്തിക്ക്. താമര ഒഴിവാക്കി എനിക്കായിട്ടൊരു രക്ഷയും വേണ്ട. പിന്നെ നീ എന്ത് ചെയ്യാൻ പോവാ? എടാ, പാസ്പോർട്ടും വിസയില്ലാത്തൊരു പെണ്ണിനോട് ഒരു ഹോസ്പിറ്റൽ പോലും കാണിക്കാൻ പറ്റില്ല. ഇത് കേസായി, ഗർഭ, അതും അവിഹിതം. അല്ലാതെ ഗ്യാസ് കയറി വയറുവരുത്തല്ല. ജീവട്ടാ, നിങ്ങൾ ഓളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക, എന്നിട്ട് ഇതൊന്ന് വേണ്ടാന്ന് വെക്ക്. ബെസ്റ്റ്. പറയാൻ എളുപ്പ, ഏതെങ്കിലും ഡോക്ടർ ചെയ്തു തരണ്ടേ? എടാ, അബോർഷൻ ഇവിടെ നിയമവിരുദ്ധാടാ പൊട്ടാ. ആണോ സലിംക്ക? നമുക്ക് ലേശം പൈനാപ്പിളും പച്ചപ്പപ്പായും കൂടി സെറ്റ് ചെയ്ത് കൊടുത്താലോ? ചിലപ്പോ ഡിലീറ്റ് ആയാലോ? ഡിലീറ്റ് ആവാനേ ഇത് മെസ്സേജ് കളിച്ചല്ല. മാത്രല്ല, പൈനാപ്പിളും പച്ചപ്പപ്പായും ഞാൻ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യമില്ല. അല്ല, നമ്മളെ എബിച്ചാന്റെ വൈഫ് ഗൈനക്കോളജിസ്റ്റ് അല്ലേ? നമുക്ക് ഓരോരുത്തൊന്ന് പോയാലോ? നമ്മളെ അവസ്ഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു സഹായിച്ചാലോ? നീ എന്തെങ്കിലും ഒന്ന് പറ. സലിമിക്ക, ഈ അബോർഷൻ അല്ലാതെ വേറെ മാർഗമൊന്നുമില്ലേ? നിങ്ങൾക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇതെങ്ങാനും ആരെങ്കിലും അറിഞ്ഞാ പിന്നെ ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഞങ്ങക്ക് വേറെ ഒരു വഴിയില്ലാത്തോണ്ടാ. ഒരു മാർഗമുണ്ട്, അതും റിസ്ക് ആണ്. വേറെ വഴിയൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ആ റിസ്ക് ഏറ്റെടുത്തേ പറ്റൂ. എങ്ങനെയെങ്കിലും ഒരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ച് ആ കുട്ടിയെ നാട്ടിലേക്ക് വിടുക. എന്നിട്ട് തനിക്കും വേണമെങ്കിൽ അങ്ങോട്ട് പോവാലോ. അതും പാസ്പോർട്ടിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ നിങ്ങൾ ചെയ്തിക്കണേ, പക്ഷെ ലേശം ടൈം എടുക്കും. അതെ, ഏതെങ്കിലും ഒരു ശ്രീലങ്കൻ പാസ്പോർട്ട് വന്നു കിട്ടണം. എന്നാലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അയാൾ പറഞ്ഞ. അതുവരെ എന്താ ചെയ്യാന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടില്ല. ഒരു കാര്യം ചെയ്യാം. ആരും അറിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പാസ്പോർട്ട് കിട്ടണവരെ പീരിയോഡിക്കൽ ചെക്കപ്പ് ഞാൻ ചെയ്തുതരാം. എന്നെ കൊണ്ട് അത്രേ ചെയ്യാൻ പറ്റൂ. മതി, അത് മതി. അതിനുള്ളിൽ എങ്ങനെയെങ്കിലും ഞങ്ങൾ പാസ്പോർട്ട് സംഘടിപ്പിച്ച് അവളെ നാട്ടിലേക്ക് അയച്ചോളാം. അല്ലേ സലിമിക്ക? അതെ. ഈ കാസർഗോഡ് ഇബ്രാഹിം ഇതിനകത്താണ്. അല്ല, ഈ കാസർഗോഡ് എംബസി എന്ന് പറഞ്ഞ എന്തിന്ന് അങ്ങടെ വിചാരം? അമേരിക്കൻ പ്രസിഡന്റ് ബരാക്ക ഒബാമേന്റെ പാസ്പോർട്ട് പോലും നമ്മള് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും. മനസ്സിലായ അങ്ങക്ക്? പക്ഷെ എന്തിനും ഒരു പെർഫെക്ഷൻ വേണ്ടേന്ന്. ഗവൺമെന്റ് ഉണ്ടാക്കണ പോലെ തട്ടിക്കൂട്ട് പണി ചെയ്യാൻ നമ്മളെ കിട്ടൂല. ശരി 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 ശരി, പിടിക്കേ. എന്നത്തേക്ക് കിട്ടുമെന്നൊരു ഐഡിയ കിട്ടിയ ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കായിരുന്നു. അന്റെ പേരെന്താന്നാ പറഞ്ഞ? ജീവൻ. മോനെ ജീവ, ഇതും ജീവൻ വച്ചുകൊണ്ടുള്ള കളിയാണ്. ഈ കള്ള പാസ്പോർട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കലയാണ്. നമ്മളത് ഉണ്ടാക്കണ കലാകാരനും. പണ്ട് ഏതോ ഒരു സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ പോലെ ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ടല്ലാത്തോണ്ട് ഞമ്മക്ക് ഗപ്പൊന്നും കിട്ടിയില്ല എന്ന് മാത്രം. അയ്യോ, എന്നെങ്കിലും ഈ ലോകം ഈ മഹാനായ കലാകാരനെ തിരിച്ചറിയും. യാ അല്ലാഹ്, ഷേഖ് മുഹീദ്ദീൻ. അപ്പൊ മക്കളെ, തൽക്കാലം ആ കുട്ടീന്റെ 3-4 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും 2000 ദിർഹവും 1/2 കിലോ മൂത്ത ഉരുളക്കിഴങ്ങും വാങ്ങി ഈ ചെക്കന്റെ കൈ കൊടുത്തിട്ട് നിങ്ങൾ വിട്ടോളി. പാസ്പോർട്ട് റെഡി ആവുമ്പോ വിളിച്ചറിയിക്കും. ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തിന്നാൻ. എടോ, സീലുണ്ടാക്കാൻ ഈ ഉരുളക്കിഴങ്ങ് ബട്ടത്തി മുറിച്ച് അതിലല്ലേ എംബസിന്റെ സീല് കൊത്തി ഉണ്ടാക്കണത്. അല്ലാതെ സർക്കാർ ഉണ്ടാക്കണ പോലെ ആർട്ടിഫിഷ്യൽ റബ്ബറിലൊന്നും അല്ലത്. നാച്ചുറൽ ഉരുളക്കിഴങ്ങിലാണ് ഉണ്ടാക്കണത്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. എന്തേലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അസിസ്റ്റന്റ് പറഞ്ഞുതരും കേട്ടാ. എനിക്ക് ഈ ഷെയ്ഖ് അൽബലാദി ആയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. അലവലാതിയോ? അലവലാദി അല്ല, ഷെയ്ഖ് അൽബലാദീൻ. ഓക്കെ.